പട്ടാമ്പിയിൽ വീട് കയറി പിതാവിനെയും 9 വയസ്സുകാരൻ മകനെയും മർദ്ദിച്ചതായി പരാതി. കൊപ്പത്ത് പാറമേൽ ഷാഹിദിനാണ് മർദ്ദനമേറ്റത്. വീട്ടിലുണ്ടായിരുന്ന 9 വയസ്സുകാരനെ കയ്യേറ്റം ചെയ്തു. സംഭവത്തിൽ 4 പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമേൽ വീട്ടിൽ ഷാഹിദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ ഷാജഹാൻ, നിഷാദ് എന്നിവർ മർദ്ദിച്ചതായാണ് പരാതി. രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ഷാഹിദിന് വലിയ ചുറ്റിക കൊണ്ട് അടിച്ചതായാണ് പരാതി നൽകിയത്. അക്രമത്തിൽ ഷാഹിദിന്റെ തലയ്ക്കും പുറത്തുമാണ് മർദ്ദനമേറ്റത്. തലയിൽ 5 സ്റ്റിച്ചുണ്ട്. ഇതോടൊപ്പം തന്നെ വീട്ടിലുണ്ടായിരുന്ന ഷാഹിദിന്റെ 9 വയസ്സുകാരനായ മകനു നേരെയും കയ്യേറ്റം നടന്നു. കുട്ടിയുടെ കഴുത്തിൽ പിടിക്കുകയും തള്ളുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. വീട്ടിലുള്ള സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. ഉടനെ ഷാഹിദും മകനും പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ഷാജഹാനെയും നിഷാദിനെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. 3 വർഷം മുൻപ് പ്രതികൾ മറ്റൊരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഷാഹിദ് ഇവരെ തടഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴുള്ള മർദ്ദനത്തിന് കാരണമെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. രാത്രി ഒരു 11 മണിക്കാണ്. ഒരു 11 മണി ടൈമിലാണ് വീടിന്റെ അമ്മരത്ത് ഒരു താറ് ജീപ്പില് ഒരു 4 ആൾക്കാർ വന്നിട്ട് വന്നിരുന്നു. അപ്പോ ഞങ്ങളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ശബ്ദം കേൾക്കണ കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ധാര എന്താ നോക്കാൻ വേണ്ടി അപ്പൊ ഒരാൾ വന്ന് എന്റെ തോളിലിങ്ങനെ പിടിച്ചു. അങ്ങനെ അപ്പൊ തന്നെ വേറെ തൊട്ടപ്പുറത്ത് ആദ്യം പരിചയം ഉണ്ടായിരുന്നു, നിഷാദ് എന്ന പേര്. അയാള് വന്നിട്ട് ഒരു വലിയൊരു പാറ ഇതൊക്കെ ആക്കണ ഒരു ആമർ വന്നിട്ട് അയാൾ എന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് വീശി. അപ്പോൾ ആദ്യത്തെ വീശിൽ ഞാൻ മാറി. രണ്ടാമത്തെ ഇതില് എന്റെ തലക്ക് ഒന്ന് ഇതടിച്ചു. തലയുടെ ഇവിടെ അടിച്ചതിൽ പിന്നെ കൂടുതൽ നാട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ കഴുത്തിന് അവിടെ എന്തൊരു ഓസുമാരി സാധനം എന്റെ കഴുത്തിന് ഇവര് 4 ആൾക്കാരുണ്ടായിരുന്നു. ഈ 4 ആൾക്കാരിൽ ഒരാൾ കഴുത്തിന് പിടിച്ചിട്ട് ഞെരിക്കും. കഴുത്തിന്റെ ഇവിടെയൊക്കെ അതിന്റെ അടയാളം ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഇവര് ഇത് കേട്ടിട്ട് എന്റെ മകനും വൈഫും ഇറങ്ങി മകനെ മർദ്ദിക്കാൻ നോക്കി. മകന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഞെരിക്കലും, ഭാര്യനെ ഈ ആമർ എടുത്തിട്ട് ഈ നിഷാദ് പറഞ്ഞ ആള് ഭാര്യയുടെ പിന്നാലെ ഓടിയിട്ട് അവളെ തലക്കടിക്കാനൊക്കെ നോക്കി ഇയാള്. പിന്നെ അപ്പത്തിന് ആൾക്കാർ ഒച്ചുമ്പിലേക്ക് കൂട്ടി ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോ ഇവരൊരു താറ് ജീപ്പ് ഉണ്ടായിരുന്നു. ഈ ജീപ്പ് ബാക്കിക്ക് എടുത്തിട്ട് ഞങ്ങളെ മകനെ ഇടിക്കാൻ നോക്കി. മകന്റെ മേത്ത് കൂടെ മകൻ എടുക്കാൻ ഞാൻ എന്തോ ഒരു ഇതിൽ ഞാൻ വന്ന് പെട്ടെന്ന് മകനെ മാറ്റി ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു. അപ്പത്തിന് പിന്നെ ഇവര് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് പോയി. അങ്ങനെ ഇതാണ് സംഭവം ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഈ നിഷാദ് പറഞ്ഞ ആളെ എനിക്കറിയാം. ഒരു 4 വർഷം മുന്നേ എന്റെ കമ്പനിയിൽ ജോലി ചെയ്തു എന്നല്ലാതെ ഞാൻ ഇയാളായിട്ട് യാതൊരു ഇതുമില്ല. ഇയാളായിട്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതരമായിട്ടോ യാതൊരു ഇതുമില്ല. ഇയാള് മുന്നേ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്ന അവരെ ഒരു റിലേഷനിൽ പെട്ടാണ്. അപ്പൊ ആ കേസിന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ടാണ് ഇയാൾ വന്നത്. ഇയാളെ അന്നെ ഞാൻ ഇന്നത്തോടു കൂടി കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു ആമർ ഉപയോഗിച്ചിട്ടാണ് എന്റെ തലക്കടിച്ചത്. രണ്ടാമത്തെ അടിക്ക് എന്റെ ഭാര്യയും ഇവരൊക്കെ വന്നു. പിന്നെ അവരെ നേരക്കായി ഇയാള് തിരിയല്. അങ്ങനെ ഞാൻ ഇനി രക്ഷപ്പെട്ടത്. പിന്നെ തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ എല്ലാം ഉണ്ട്. വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു. പിന്നെ ഇവര് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുന്ന് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ചാനൽ പട്ടാമ്പി. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. HUID സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ, പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ, ഒരേ വില ഓരോ ഉപഭോക്താവിനും. ഡയമണ്ട്സ്, സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില. കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.